ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഇന്ന് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മളൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ഡിഷാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. ബർവ കരേല എന്നാണ് ഈ ഡിഷിൻ്റെ പേര്, അതായത് കയ്പ്പയ്ക്ക നിറച്ചത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പീലർ വെച്ചിട്ട് നമുക്ക് ആദ്യം കയ്പ്പയ്ക്കയുടെ മുകളിലുള്ള മുള്ളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കളയാം. നമ്മുടെ നാട്ടിൽ കയ്പ്പയ്ക്ക എന്നാണ് പറയുക, ചിലവർ പാവയ്ക്ക എന്നും പറയും. അങ്ങനെ നമ്മുടെ ഒരു പാവയ്ക്ക റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത 2 കൂടി ശരിയാക്കി എടുക്കാം. പാവയ്ക്ക അങ്ങനെ ആർക്കും അത്ര ഇഷ്ടമുള്ളൊരു സാധനമല്ലല്ലോ, എന്നാലും ഇങ്ങനെയൊരു ടൈപ്പിൽ വെക്കുമ്പോൾ കഴിക്കാൻ കൊള്ളാം. പാവയ്ക്കെല്ലാം നമ്മളങ്ങനെ വൃത്തിയാക്കി മുള്ളൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ കളഞ്ഞു വെച്ചിട്ടുള്ള ഈ മുള്ള് ശരിക്കും ഇതിലേക്ക് ഉണ്ടാക്കുന്ന മസാലയിൽ കൂട്ടാട്ടോ. ഇനി ഇതിലേക്കുള്ള മസാല തയ്യാറാക്കണ്ടേ. വെളുത്തുള്ളി, ഉരുളൻകിഴങ്ങ്, പച്ചമുളക്, ഉള്ളി, തക്കാളി, ഇതൊക്കെയാണ് വേണ്ടത്. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് തോല് കളഞ്ഞെടുക്കാം. അങ്ങനെ നമ്മൾ ഉരുളൻകിഴങ്ങ് ചെറുതായി അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് അരിഞ്ഞെടുക്കണം. അങ്ങനെ എല്ലാം അരിഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഉരുളൻകിഴങ്ങ്, വെന്ത ഉരുളൻകിഴങ്ങിനെ ഒന്ന് ഉടച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വേണ്ട പൊടികൾ ചേർത്താം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാലയുടെ പൊടി, ഇനി ചിക്കൻ മസാല. ഞാനിവിടെ 3 കയ്പ്പയ്ക്ക വെച്ചിട്ടാണ് ചെയ്യണത്. അതുകൊണ്ട് വളരെ കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ വളരെ കുറച്ചാണ് എടുത്തിട്ടുള്ളൂ. നമ്മൾ ചെയ്യുന്നതിനനുസരിച്ച് അത്ര ക്വാണ്ടിറ്റിയിൽ സാധനം എടുക്കണം. അപ്പോൾ നമ്മുടെ കഴുകി വെച്ച നല്ല ഭംഗിയുള്ള കയ്പ്പയ്ക്ക കുട്ടികൾ ഇതവിടെ ഇരിക്കുന്നുണ്ട്. ഇനി കയ്പ്പയ്ക്കയിൽ കുറച്ച് കരവിരുതുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കത്തി എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ മുറിച്ച് വിടാം. കയ്യിൽ കൊള്ളാതെ നോക്കണേ. നമ്മുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ളിലെ കയ്പ്പയ്ക്കയുടെ ചോറ് എന്ന് പറയില്ലേ, അതെടുത്ത് കളയണം. അതാണ് ഉദ്ദേശം. എന്നിട്ട് അതിലോട്ടാണ് കേട്ടോ നമ്മൾ നമ്മുടെ മസാല ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ എൻ്റെ നീണ്ട പരിശ്രമത്തിനൊടുവിൽ കയ്പ്പയ്ക്ക ഞാൻ കീറി മുറിച്ചു കേട്ടോ. ഇനി അടുത്ത പ്രക്രിയ അതിലെ കുരു കളയുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ 3 കയ്പ്പയ്ക്കേനെയും കുരുവൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് വെള്ളത്തിൽ കയ്പ്പയ്ക്ക ഇട്ട് വെക്കാം. ഒരു അരമണിക്കൂറോളം ഇട്ട് വെക്കണം. അതിന് മുമ്പായിട്ട് നമ്മൾ കുറച്ച് ഉപ്പ് കയ്പ്പയ്ക്കയിലൊക്കെ ഒന്ന് നന്നായിട്ട് പുരട്ടി കൊടുക്കുക. അങ്ങനെയാകുമ്പോൾ കയ്പ്പയ്ക്ക ഒരു അരമണിക്കൂറിന് ശേഷം നന്നായിട്ട് ഇങ്ങനെ ഒരു വാടിയ ഒരു പോലെ ആവും. നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും കൂടി ഒന്ന് പുരട്ടി കൊടുക്കുക കേട്ടോ. കയ്പ്പയ്ക്കയുടെ ഉള്ളിലൂടെയും ഒക്കെ ഒന്ന് നന്നായിട്ട് പുരട്ടി കൊടുക്കുക. അങ്ങനെ ഇതൊരു അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. ഇങ്ങനെ വെക്കുന്നതിന് പകരം ഒന്ന് പുഴുങ്ങിയെടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ കയ്പ്പയ്ക്കയുടെ കയ്പ്പ് ഒന്നുകൂടെ കുറഞ്ഞു കിട്ടും. ഞാൻ പുഴുങ്ങാതെയാണ് കേട്ടോ ചെയ്തത്. അടുത്തത് കടായി വെച്ചിട്ട് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്കുള്ള മസാല ഉണ്ടാക്കാം. അപ്പോൾ അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ റെഡിയാണ്. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് വെളുത്തുള്ളി ആദ്യം ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി മൂത്ത് വരട്ടെ. നമുക്കൊന്ന് ഫ്ലെയിം കുറച്ച് വെക്കാം കേട്ടോ. വെളുത്തുള്ളി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉള്ളി ആഡ് ചെയ്യാം. ഉള്ളി, കറിവേപ്പില, പച്ചമുളക് കുറച്ചാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. എടുത്ത പച്ചമുളക് നല്ല എരിവാണ്. ഇത് നന്നായി ഒന്ന് മൂക്കട്ടെ. നമുക്കിതിൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ വേഗം വഴണ്ടി കിട്ടും.
അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി പൊടികൾ ആഡ് ചെയ്യാം. എപ്പോഴും നമ്മൾ പൊടികൾ ആഡ് ചെയ്യുമ്പോൾ സിമ്മിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോവും. ഇനി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. അങ്ങനെ തക്കാളി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി മസാലയ്ക്ക് വേണ്ട ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഉടച്ചു വെച്ച ഉരുളക്കിഴങ്ങ് ഇതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ കയ്പ്പയ്ക്ക നിറച്ചതിലേക്കുള്ള മസാല റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കയ്പ്പയ്ക്കയിലൊക്കെ നന്നായിട്ട് ഉപ്പ് കയറിയിട്ടുണ്ട്. കയ്പ്പയ്ക്ക നല്ല വാടിയ ഒരു പരുവായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. അങ്ങനെ പിഴിഞ്ഞ് വെച്ച കയ്പ്പയ്ക്കൊക്കെ ഇതാ അവിടെ ഇരിക്കുന്നുണ്ട്. മസാലയും റെഡിയാണ്. അപ്പോൾ നമുക്ക് കയ്പ്പയ്ക്കയുടെ ഉള്ളിലേക്ക് മസാലയെ ഫില്ല് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മളിനി അവസാനത്തെ പ്രോസസ്സിലേക്ക് കിടക്കുകയാണ്. ഇതിന് മുന്നേ ആയിട്ട് നമുക്ക് ജസ്റ്റ് ഈ മസാലയൊക്കെ പുറത്ത് പോരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്നൊരു നൂല് വെച്ചിട്ട് ഒന്ന് കെട്ടി കൊടുക്കാം കേട്ടോ. അങ്ങനെ നമുക്ക് വീണ്ടും കടായി സ്റ്റൗവിലേക്ക് വെക്കാം. ചൂടായി വരുമ്പോൾ എണ്ണ ഒഴിക്കാം കേട്ടോ. ഇനി നമുക്ക് മസാല നിറച്ച കയ്പ്പയ്ക്ക എണ്ണയിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു സൈഡ് വേവിക്കുക. കുറച്ച് എണ്ണ മുകളിലൂടെ തൂവി കൊടുക്കാം കേട്ടോ. ഇത് ഒരു സൈഡ് നന്നായി ആയി വന്നിട്ടുണ്ട്. നമുക്ക് മറച്ചിട്ട് കൊടുക്കാം. ഇനി അപ്പുറത്തെ സൈഡിലോട്ടൊന്ന് മറച്ചിടാം. ഏത് ഭാഗത്തൊക്കെയാണോ വെവില്ല എന്ന് തോന്നുന്നത് ആ സൈഡ് എണ്ണയിലൊന്ന് കിടക്കുന്ന രീതിയിൽ ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മുടെ കയ്പ്പയ്ക്ക നിറച്ചത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. ബൈ.